ഹലോ, ഞാൻ റാബി അബ്ദുൽ ഖാദർ കോതമംഗലം. ഞാനിവിടെ പറയാൻ പോകുന്നത് പി വത്സലയുടെ നെല്ലെന്ന നോവലിൻ്റെ ആസ്വാദനക്കുറിപ്പാണ്. നെല്ലെന്ന നോവൽ എഴുതിയിരിക്കുന്നത് പ്രശസ്ത നോവലിസ്റ്റ് പി വത്സലയാണ്. നോവലിസ്റ്റിൻ്റെ ജന്മസ്ഥലം കോഴിക്കോടാണ്. 1938 കാനങ്ങോട്ട് ചന്തുവിൻ്റെയും ഇ പത്മാവതിയുടെയും മകളായി ജനിച്ചു. സാഹിത്യപ്രവർത്തക, സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതി അംഗം, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചു. നിഴലുകൾ ഉറങ്ങുന്ന വഴികൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. നെല്ല് എന്ന നോവലിന് കുങ്കുമം അവാർഡ് ലഭിച്ചു. ആദിവാസികളുടെ ജീവിതവും ചരിത്രവും സാംസ്കാരിക സവിശേഷതകളും പോരാട്ടങ്ങളും പ്രകൃതിയുടെ ജൈവ സാന്നിധ്യങ്ങളോട് ഇണങ്ങിച്ചേർന്ന മലയാളത്തിലെ വിഖ്യാതമായ നോവലാണ് ഇത്. വയനാട്ടിലെ തിരുനെല്ലിയിലാണ് അവിടുത്തെ ആദിവാസികളുടെ, കാട്ടുവാസികളുടെ ജീവിത കഥയാണ് ഇതിലെ പ്രമേയം. കൊടും വനങ്ങളാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി. കർക്കിടക മാസത്തിൽ കൊടും മഴ, വേനലിൽ കൊടും ചൂട്. പുറം ലോകവുമായി ബന്ധമില്ലാത്ത നിഷ്കളങ്കരായ ആദിവാസികളുടെ വിദ്യാഭ്യാസം കുറഞ്ഞ അവർ ഭൂരിഭാഗവും മണ്ടന്മാരാണ്, അലസന്മാരാണ്. വല്ലപ്പോഴും കുളിയും നനയും. വൃത്തിയില്ലാത്ത മനുഷ്യർ എന്നാണ് ഈ നോവലിലെ കഥാപാത്രം കളത്തിലെ സാവിത്രി വാരസ്യാർ അവരെക്കുറിച്ച് പറയുന്നത്. മഴയുള്ളപ്പോൾ ഇഷ്ടം പോലെ മഴ, വെള്ളം കുടിച്ചു തൃപ്തി വന്ന വയലുകൾ. അവയ്ക്ക് നഷ്ടത്തെക്കുറിച്ച് ഒരു ബോധവുമില്ല. ഈ അടിയാരുടെ സ്വഭാവം തന്നെയാണ് വയലുകൾക്കും. കിട്ടുമ്പോൾ കിട്ടുന്നത് അകത്താക്കി മയങ്ങിക്കിടക്കും, അലസരായിത്തീരും. അർഹിക്കുന്നതെല്ലാം കിട്ടുന്നുണ്ടോ എന്ന് ഒരു നോട്ടവുമില്ല. കഴുതകളെപ്പോലെ മേലാളന്മാർക്ക് വേണ്ടി പണിത് കൊടുക്കും. മിക്കവാറും തണുത്ത പുളിച്ച ചോറാണ് പ്രതിഫലമായി കിട്ടുന്നത്. കൊയ്ത്തുണ്ടായാൽ കുറച്ച് നെല്ല് കിട്ടും. രാഘവൻ നായരെ പോലെയുള്ള നല്ല കാര്യസ്ഥന്മാർ ആദിവാസികളോട് കരുണ കാണിക്കുന്നുണ്ട്. ഇതിലെ നായകനും നായികയും മല്ലനും മാരയുമാണ്. അവർ പരസ്പരം പ്രണയിച്ചു. എത്ര ദാരിദ്ര്യമുണ്ടെങ്കിലും പ്രണയവും ജീവിതവും ഒക്കെയാണ് ജീവിതത്തിൻ്റെ സന്തോഷം. നായിക നായകന്മാർക്ക് ഇവിടെ ഒരു വില്ലത്തിയുണ്ട്, ദുർമന്ത്രവാദിനിയായ കുറുമാട്ടി. ദുർനടപ്പുകാരിയുമാണ് അവൾ. പ്രണയ ജോഡികളുടെ ആനന്ദം കെടുത്തുന്നു. ജീവിതത്തിലെ ശകുനമാണ്, കരടാണ്. മല്ലനും മാരയും ഒരേ ചെമ്മത്തിലുള്ളവരാണ് എന്നും അവർ അങ്ങനെയായാൽ സഹോദരീ സഹോദരന്മാരാണ് എന്നും കുറുമാട്ടി തിരുനെല്ലിയാകെ പറഞ്ഞു പരുത്തി നുണക്കഥകളുണ്ടാക്കി. എന്നാൽ സത്യത്തിൽ മല്ലനും മാരയും രണ്ട് പ്രദേശവാസികളാണ്. അവർ സഹോദരീ സഹോദരന്മാരെ പോലെയല്ല. എന്നാൽ കാട്ടുവാസികളുടെ ഇടയിൽ അറിവില്ലാത്ത അവർ കുറുമാട്ടി പറഞ്ഞത് വിശ്വസിക്കുന്നു. ഇവർക്ക് വിവാഹം കഴിക്കണമെങ്കിൽ മൂപ്പൻ്റെ നിർദ്ദേശപ്രകാരം തപ്പ് കെട്ടണം, പരിഹാരം ചെയ്യണം. 1000 വളകളാണ് അതിന് പരിഹാരം വേണ്ടത്. മല്ലനും മാരയും രാഘവൻ നായരുടെ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്നത് കൊണ്ട് വെള്ളൊരുടിയിൽ എന്ന സ്ഥലത്ത് കുടിൽ കെട്ടി താമസിക്കാൻ രാഘവൻ നായർ സമ്മതിക്കുന്നു. തപ്പ് കെട്ടാൻ പണത്തിന് കൂപ്പിൽ ജോലിക്ക് മല്ലൻ പോകുന്നു. അവിടെ വച്ച് മലമ്പനി പിടിച്ച മല്ലൻ കുടിലിലേക്ക് വെറും കൈയോടെ തിരികെ എത്തുന്നു. ആവശ്യത്തിന് ചികിത്സ കിട്ടിയാൽ രക്ഷപ്പെടാമായിരുന്നു മല്ലന്. എന്നാൽ വളരെ അറിവില്ലാത്ത ആദിവാസികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്താൽ തപ്പ് കെട്ടാത്തത് കൊണ്ട് മല്ലന് പേയി പിടിച്ചതാണ്, അല്ലെങ്കിൽ പ്രേതം പിടികൂടിയതാണെന്ന് ആദിവാസികൾ വിശ്വസിക്കുന്നു. മല്ലന് സത്യത്തിൽ മരുന്ന് കിട്ടാതെ മരിക്കാൻ തന്നെ കാരണം കുറുമാട്ടി എന്ന ദുർമന്ത്രവാദിനിയാണ്. അവൾക്ക് മല്ലനെ വേണമായിരുന്നു.
എന്നാൽ മല്ലന് മാരയെ മാത്രമായിരുന്നു കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നത്. തപ്പ് കെട്ടിയില്ല, മല്ലനും മാരയും കല്യാണം കഴിക്കാതെ ജീവിച്ചു. അതുകൊണ്ട് മലങ്കാരി കോപിച്ച് പ്രേതത്തെ അഴിച്ചുവിട്ടിരിക്കുന്നു എന്ന് പാവങ്ങളായ ആദിവാസികൾ വിശ്വസിച്ചു. അതുകൊണ്ട് മല്ലന് ഇങ്ങനെ വന്നു. ചികിത്സ കിട്ടാതെ ചില സ്വാർത്ഥരുടെ പ്രവൃത്തി മൂലം മരിക്കേണ്ടി വന്നു. ഇതിൽ അന്ധവിശ്വാസം മുന്തിച്ചു നിൽക്കുന്നു. ഈ നോവലിൽ അന്തരീക്ഷസ്ഥിതിയും വളരെ മോശമാണ്. മേലാളന്മാരുടെ ചൂഷണവും കാലാവസ്ഥ മോശവും എല്ലാം ആദിവാസികളുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നു. വർഷക്കാലത്ത് മഴയും ധനുമാസത്തിൽ ഭയങ്കര കൊടും ചൂടും തണുപ്പും പട്ടിണിയും. ഏക ആശ്വാസം വള്ളിയൂർക്കാവിലെ ഉത്സവം, തിറ, കല്യാണം എന്നീ ദിവസങ്ങളിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടും. എല്ലും മുറിയെ പണിത് കഞ്ഞിക്ക് നെല്ല് കിട്ടും. ചിലപ്പോൾ കിട്ടുകയില്ല. എങ്കിലും ഒരുപാട് ദുരിതത്തിനും അറുതി വരും എന്നുള്ളത് നമുക്ക് ഈ നോവലിൽ കാണാം. രാഘവൻ നായർ അടിയാത്തിയായ മാരയ്ക്ക് ഒരു ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ കഥ ഇവിടെ അവസാനിക്കുന്നു. കാടും അതിൻ്റെ മനോഹാരിതയും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടി ജീവിക്കുന്ന ആദിവാസികളും മേലാളന്മാരുടെ ചൂഷണത്തിനും പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാകുന്ന കാട്ടുവാസികളുടെ ദുരിതപൂർണമായ ജീവിതം വരച്ചു കാട്ടുന്ന പി. വത്സലയുടെ നെല്ലെന്ന നോവൽ മനോഹരമാണ്, മഹനീയമാണ്.